അപ്പോൾ നമുക്ക് ഈ ABL വോൾട്ടേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും, പടം ഉണ്ടാവില്ല. പടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനു, വോളിയം തുടങ്ങിയ ഇതൊക്കെ അതിനകത്ത് കാണിക്കും, ഡിസ്പ്ലേ ഒക്കെ ടി വിയിൽ കാണിക്കും. പക്ഷേ പിക്ചർ വരില്ല, ഗ്രെയിംസ് ഉണ്ടാവില്ല, ബ്ലൂ ബാക്ക് ഉണ്ടാവില്ല. പക്ഷേ സൗണ്ട് ഉണ്ടാവും, പടം തെളിയത്തില്ല. പക്ഷേ മെനു, വോളിയം തുടങ്ങിയ ബട്ടണൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ അതിൽ തെളിഞ്ഞു വരും. നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ നമുക്ക് ടി വിയിൽ തെളിഞ്ഞു വരില്ല. അത് ABL വോൾട്ടേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരും. അതായത് ഇവിടെ ആയിട്ട് രണ്ട് പിന്ന് കാണാം. ഈ രണ്ട് പിന്നിലേക്കാണ് വെർട്ടിക്കൽ വരുന്നത്. പുറകിലുള്ള രണ്ട് പിന്നിലാണ് ഹൊറിസോണ്ടലിലെ രണ്ട് വയറും വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ കാണുന്ന പുറമേ ഉള്ളൊരു കനം കുറഞ്ഞ ഒരു ചെമ്പ് കമ്പിയൊക്കെ കാണാൻ സാധിക്കും. ഈ മേൽഭാഗത്ത് വരുന്നതാണ് വെർട്ടിക്കൽ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വൈൻഡിങ് ആണ് ഹൊറിസോണ്ടൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ CRT TV ബോർഡ് വിശദമായി മനസ്സിലാക്കാമെന്ന് പറഞ്ഞുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് എല്ലാ കമ്പനിയുടെയും എല്ലാ TV ബോർഡ്, ഇപ്പോൾ CRTയും LED എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡ് ആരും കണ്ടിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ പവർ സപ്ലൈയുടെ ഇൻപുട്ട് സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, റെഗുലേറ്റിംഗ് സെക്ഷൻ, അതുപോലെ തന്നെ ഓഡിയോ സെക്ഷൻ, സിസ്റ്റം IC, മൈക്രോ കൺട്രോളർ, പ്രോസസ്സർ, അതുപോലെ തന്നെ മെമ്മറി IC, AV സ്വിച്ചിങ്, അതുപോലെ തന്നെ IF സ്റ്റേജ്, അതുപോലെ തന്നെ AV, അതുപോലെ തന്നെ ഉള്ള കണക്ടർ, പിന്നെ ഹൊറിസോണ്ടൽ LOT ഉൾപ്പെടുന്ന ഭാഗം, അതുപോലെ തന്നെ വെർട്ടിക്കൽ സെക്ഷൻ. ഇതെല്ലാം ഇത് വെർട്ടിക്കൽ IC ആണ്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടെന്ന് പറയുന്നത് നമുക്കിപ്പം ഈ LOTയുടെ താഴത്ത് നിന്ന് ഒരുപാട് വോൾട്ടേജസ് പോകുന്നുണ്ട്. അതിൽ ഇന്നലെ വെർട്ടിക്കൽ ICക്ക് പോകേണ്ട വോൾട്ടേജ് 2 പിന്ന് നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ബാക്കി ഉള്ള സപ്ലൈകൾ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഇവിടെ ഒരു പിന്ന് കാണാൻ സാധിക്കും, B+ എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. ഇതാദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് LOT സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്ലൈ. അതായത് ഒരു 110 വോൾട്ട് ഇവിടെ B+ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പവർ സപ്ലൈയിൽ നിന്ന് വരുന്നതാണ്. ഇത് പവർ സപ്ലൈയുടെ ട്രാൻസ്ഫോർമർ, ചോപ്പറാണ്. അവിടെ നിങ്ങൾക്ക് ഓരോ വോൾട്ടേജ് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു 110 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. 110 എന്നല്ല, B+ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ B+ നേരെ ഒരു ചെറിയൊരു ജമ്പർ ഉപയോഗിച്ച് നേരെ ഡയോഡ് വഴി കയറി ഒരു കോയിൽ വഴിയാണ് നേരെ ഫിൽട്ടർ ചെയ്ത് നേരെ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നേരെ ഈ B+ എന്ന് പറയുന്ന LOTയുടെ പിന്നിലേക്കാണ് വരുന്നത്. ഇതേ B+ തന്നെ ഞാൻ LGയുടെ ബോർഡ് തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ LGയിൽ എല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മിക്ക കമ്പനികളിലും അത് എഴുതാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് LG ഇപ്പോൾ എടുത്തത്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈ തരുന്ന ഈ ചോപ്പറിൻ്റെ താഴത്താണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനാണ് ഇവിടെ കാണിച്ചത്. അതിൻ്റെ ഇവിടെ B+ എന്ന് എഴുതിയിരിക്കുന്ന അവിടുന്ന് നേരെ ഇവിടെ കാണാൻ സപ്ലൈ വരുന്നത്. ഈ LOTയുടെ B+ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 110 വോൾട്ട് വരും. ഇപ്പം നമുക്ക് ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്, TV ജസ്റ്റ് ഒന്ന് ഓണാകുന്നില്ല. അങ്ങനെ അതായത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും, പിക്ചറൊന്നും വരുന്നില്ല. ചിലപ്പോൾ സൗണ്ട് മാത്രം കേൾക്കാം, പിക്ചർ വരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ B+ 110 വോൾട്ടേജ് ആദ്യം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു പിന്ന് കാണാൻ സാധിക്കും. അത് നേരെ നമ്മുടെ HOUT ട്രാൻസിസ്റ്റർ, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ വരുമായിരുന്നു. ഇപ്പം നിലവിൽ അതിനകത്ത് ഇപ്പോൾ ഇല്ല, അത് ഊരിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ട്രാൻസിസ്റ്റർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ
B+ തൊട്ടടുത്ത് ഒരു പിന്ന് കാണാൻ സാധിക്കും, കളക്ടർ പിന്ന്. അത് നേരെ ട്രാൻസിസ്റ്ററിൻ്റെ HOD ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് പോകുന്ന പിന്നാണത്. ഈ കാണുന്ന സെൻറ്റർ പിന്നിലാണ് കളക്ടർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബേസ്, ഇത് എമിറ്റർ, അങ്ങനെ ആണ് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ പിന്ന്. അതിൽ കളക്ടർ നടുക്കത്തെ പിന്ന് നേരെ LOTയുടെ ഈ പിന്നിലേക്കാണ് വരുന്നത്. പിന്നീട് LOTയുടെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 14 വോൾട്ട്, അത് വെർട്ടിക്കൽ സപ്ലൈ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ ഒരു -14 കൊടുത്തിട്ടുണ്ട്, അതും വെർട്ടിക്കലിലേക്ക് പോകേണ്ട സപ്ലൈ ആണ്, വെർട്ടിക്കൽ ICയുടെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഒരു വട്ടം വര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് വോൾട്ടേജസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ TVയുടെ നടുക്കുന്ന് വട്ടം വര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വരുന്ന 14 -14 നേരെ ഇവിടെ ഡയോഡ് വഴിയാണ് വരുന്നത്. ഇത് -14 വരുന്ന ഡയോഡാണ്. അതാണ് ഈ ഡയോഡ് തിരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഈ ഡയോഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് കാണാൻ വലിയ അതെ, ഇതാണ് ഇത് മൈനസ് പോകുന്നത്, ഇത് പ്ലസ് വോൾട്ടേജ് പോകുന്നത്. 14 -14 +14 നേരെ വെർട്ടിക്കൽ ICയിലേക്ക് ചെല്ലും. പിന്നെ നമുക്കിനി പരിചയപ്പെടാനുള്ളതാണ് 200 വോൾട്ട് ഒരു പിന്നാണിത്. ഈ LOTയുടെ താഴത്തെ അടുത്ത പിന്ന് 200 വോൾട്ട്. ഇത് കാഥോഡ് വോൾട്ടേജ് എന്ന് പറയും. ഇത് നമ്മുടെ വീഡിയോ ആംപ്ലിഫയറിങ് വോൾട്ടേജാണ് ഈ പോണത്. അത് നേരെ ഇതിൽ നിന്നൊരു ഡയോഡ് വഴി ഒരു ഫിൽട്ടർ കപ്പാസിറ്ററിലേക്ക് എത്തി, അതുപോലെ തന്നെ അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് നേരെ ബേസ് കാർഡിലേക്കാണ് പോകുന്നത്. അതായത് ഇതാണ് ബേസ് കാർഡ്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ വിശദീകരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ ആംപ്ലിഫയറിങ്ങിനായിട്ട് നമ്മളിവിടെ ഈ വരുന്ന നീല വയർ അത് ഇവിടുന്നാണ് വരുന്നത്. ഇവിടുന്ന് ഒരു ഡയോഡ് ഉപയോഗിച്ച് നേരെ DC ആയി, പിന്നെ ഇവിടുന്ന് ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ കാണാൻ സാധിക്കും, ഈ കാണുന്ന കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ വഴി നേരെ ബേസ് കാർഡിലേക്കാണ് എത്തുന്നത്. പിന്നീട് വരുന്നത് ഗ്രൗണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജാണ് LOT വർക്ക് ചെയ്യേണ്ട, പ്ലസും ഗ്രൗണ്ടും. ഗ്രൗണ്ടാണ് വരുന്നത്, ഗ്രൗണ്ട് പിന്നെ ഒരു ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നോട്ട് കണക്റ്റഡാണ്, ഇവിടെ കണക്ഷനൊന്നുമില്ല. പിന്നെ വരുന്നത് ഒരു 28 വോൾട്ടാണ്. അത് പിന്നാമ്പിനൊക്കെ വേണ്ടി വരുന്നൊരു വോൾട്ടേജാണ്. ഇവിടെ പിന്നാമ്പ് വേണ്ടിയുള്ള IC ഉണ്ട്, പക്ഷേ ഇത് സ്ലിം TVക്കാണ്. ഇത് സ്ലിം TV അല്ല, അൾട്രാ സ്ലിം അല്ല, ഇത് ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പിന്നാമ്പിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇപ്പോൾ സ്ലിം TVയുടെ സ്പെഷ്യൽ ബോർഡ് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ 28 വോൾട്ട് ഇവിടെ ഒരു IC ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡ് ICയൊക്കെ ഉപയോഗിച്ച് ഈ സർക്യൂട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് സ്ലിമ്മിന് ഉപയോഗിക്കാം. ആ രീതിയിലാണ് ഈ ബോർഡ് സ്ലിമ്മിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബോർഡാണ്. പക്ഷേ ഇവിടെ ഒരു പിന്നാമ്പിൻ്റെ ഒരു IC ഉണ്ട്, 4558 എന്ന് പറയുന്ന IC ഉണ്ട്. അതുപോലെ പിന്നാമ്പിൻ്റെ സർക്യൂട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ബോർഡ് സ്ലിം TVക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ബോർഡ് സ്ലിം TVയിൽ വെച്ച് കഴിഞ്ഞാൽ HOT അടിച്ചു പോകും, HOT ട്രാൻസിസ്റ്റർ ഹീറ്റായിട്ട് പോകുന്നതായിരിക്കും. കാര്യം ഈ ബോർഡ് സ്ലിമ്മിന് പറ്റിയതല്ല, ഇത് ഫ്ലാറ്റ് TVക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ പിന്ന് ഇപ്പം നിലവിൽ ഇപ്പോൾ തൽക്കാലം ഈ TVക്ക് ആവശ്യമില്ല, ഇവിടെ കണക്ഷൻ പോയിട്ടില്ല. പിന്നെ വരുന്നതാണ് ABL. ഈ പിന്നെ ABL നേരെ ഒരു റെസിസ്റ്റൻസ് ഉപയോഗിച്ച്, 2 റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നേരെ സിസ്റ്റം ICയിലേക്കാണ് പോകുന്നത്. ഇവിടെ ABL എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ തുടർന്ന് വരുന്ന കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ABL നമ്മുടെ സിസ്റ്റം ICയുടെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ABL എന്ന് എഴുതിയിട്ടുണ്ട്.
ഇവിടേക്കാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് നഷ്ടപ്പെടുമ്പോഴുള്ള കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ ABL വോൾട്ടേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും, പടം ഉണ്ടാവില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 1.5 ohms ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന കണക്ഷൻസൊക്കെ. പിന്നീട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ LOTയിലേക്ക് ഹൊറിസോണ്ടൽ സെക്ഷനിൽ തന്നെ LOTയിൽ നിന്നും നമ്മുടെ യോക്കിലേക്ക് പോകുന്നത്, അതായത് ഡിഫ്ലക്ഷൻ കോയിൽ, നമ്മുടെ പിക്ചർ ട്യൂബിൻ്റെ പുറകിൽ ചെമ്പ് കമ്പി ആയിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നൊരു പാർട്ട് കാണാം. ഞാൻ സാധനം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ബോർഡിൽ ഇങ്ങനെ 4 പിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊത്തം 4 പിന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 2 വയർ ഹൊറിസോണ്ടൽ ഭാഗത്തേക്കാണ് പോകുന്നത് യോക്കിൻ്റെ. ഈ 2 പിന്നും വെർട്ടിക്കലിലേക്കാണ് പോകുന്നത്. ഇവിടെ 2 പിന്നിലേക്കും വരുന്നത് വെർട്ടിക്കൽ ICയിൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത്. വെർട്ടിക്കൽ ICയിൽ നിന്ന് വെർട്ടിക്കൽ ആംപ്ലിഫയർ അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഡിഫ്ലക്ഷൻ കോയിൽ, അതായത് യോക്കിലേക്ക് 2 വയർ പോകും. വെർട്ടിക്കലിൽ നിന്ന് 2 വയർ യോക്കിലേക്ക് പോകും. അതുപോലെ തന്നെ ഹൊറിസോണ്ടലിന് 2 വയർ പോകും. ഈ വെർട്ടിക്കൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് TVയുടെ നടുക്ക് വട്ടം വരയായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഹൊറിസോണ്ടലിലെ 2 കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീളത്തിലൊരു വരയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലിലേക്കുള്ള കണക്ഷൻ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ സർക്യൂട്ടൊക്കെ ചെക്ക് ചെയ്യുക. അതിനും ഹൊറിസോണ്ടലിലെ ഒരു കണക്ഷൻ നേരത്തെ LOTയുടെ കളക്ടറിലേക്ക് പോയ പിന്നില്ലേ, അതിലെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് വരുന്ന ആ ലൈൻ LOTയുടെ കളക്ടറിൻ്റെ ഒരു പിന്നിലേക്ക് പോകുന്നുണ്ട്. അതേ ലൈൻ തന്നെയാണ് ഒരു ലൈൻ ഹൊറിസോണ്ടലിൻ്റെ യോക്കിലേക്കും പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് രണ്ടാമത്തെ ഹൊറിസോണ്ടലിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ വഴി കയറി ഒരു കപ്പാസിറ്റർ വഴി നേരെ ഗ്രൗണ്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കോയിലോ അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററോ ഡാമേജ് ആയി കഴിഞ്ഞാലും നീളത്തിൽ നടുക്കൊരു ലൈൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ്ലക്ഷൻ കോയിൽ യോക്ക് എന്ന് പറയുന്ന സാധനം ഇതാണ്. അപ്പം വെർട്ടിക്കലിൽ നിന്ന് വരുന്ന 2 പിന്ന്, അതായത് ഇവിടെ ആയിട്ട് 2 പിന്ന് കാണാം. ഈ 2 പിന്നിലേക്കാണ് വെർട്ടിക്കൽ വരുന്നത്. പുറകിലുള്ള 2 പിന്നിലാണ് ഹൊറിസോണ്ടലിലെ 2 വയറും വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ കാണുന്ന പുറമേ ഉള്ളൊരു കനം കുറഞ്ഞ ഒരു ചെമ്പ് കമ്പിയൊക്കെ കാണാൻ സാധിക്കും. ഈ മേൽഭാഗത്ത് വരുന്നതാണ് വെർട്ടിക്കൽ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വൈൻഡിങ് ആണ് ഹൊറിസോണ്ടൽ. ഇതൊരു കംപ്ലൈൻ്റ് ആയ യോക്കാണ്, ഡിഫ്ലക്ഷൻ കോയിൽ എന്ന് പറയും. അപ്പം അതാണ് ഈ കമ്പിയൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത്. ഇത് കത്തിപ്പോയതായിരുന്നു, ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ട് മാറ്റിയിട്ടാണ്. അപ്പം ഈ അകത്ത് കാണുന്ന കനമുള്ള കമ്പി ഉള്ളതാണ് ഹൊറിസോണ്ടൽ സെക്ഷൻ. ഇതിൻ്റെ പുറമേ വരുന്നതാണ് വെർട്ടിക്കൽ സെക്ഷൻ. അപ്പം ഈ ഹൊറിസോണ്ടലിൻ്റെ പിന്ന് വരുന്നത് ഏറ്റവും ബാക്കിലെ 2 ഭാഗത്തായിട്ടാണ്. ഈ തൊട്ട് മുമ്പിൽ വരുന്ന 2 വെർട്ടിക്കൽ ഭാഗമാണ്. അപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ സെക്ഷനിൽ വെർട്ടിക്കൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ വരുന്ന 2 പിന്നായതുകൊണ്ടാണ്. കാരണം ഇവിടെ മൊത്തം 4 പിന്ന് വരുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ പറയണ്ട. ഈ 2 എണ്ണം മാത്രമാണ് ഹൊറിസോണ്ടലിൻ്റെ വയർ വരുന്നത്. ഇത് 2 വെർട്ടിക്കലിൻ്റെ വയറാണ്. അപ്പോൾ ഈ 2 വയറും വെർട്ടിക്കലിൻ്റെ 2 വയറും ഈ കാണുന്ന ഫ്രണ്ടിലത്തെ 2 പിന്നിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഉള്ള ഈ ഹൊറിസോണ്ടലിൻ്റെ 2 വയർ നേരെ യോക്കിൻ്റെ ബാക്കിലെ ഹൊറിസോണ്ടലിൻ്റെ 2 പിന്നിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്കിതിലും വിശദീകരിച്ച് ബേസ് കാർഡിനെ കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് സംസാരിക്കാം. അടുത്ത കമ്പനികളുടെ ഓരോ ബോർഡിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വീഡിയോസും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.